എല്ലാ കൂട്ടർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ SLCയുടെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ, കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ നോക്കാനുള്ള ഏതാണ്? അതിൻ്റെ ലെറ്റസസ് ആണ് അല്ലേ? ലെറ്റസസ് അല്ലെങ്കിൽ വിലയിരുത്താം സെക്ഷനാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഓരോ ക്വസ്റ്റ്യനും പറയുമ്പോൾ അതിന് ആൻസർ പറയുമ്പോൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഈ ചാപ്റ്റർ പഠിക്കണം. അപ്പം നിങ്ങൾ ഈ കംപ്ലീറ്റ് ആയിട്ട് ചാപ്റ്റർ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? എ ചെയിൻ ഹാവിംഗ് 6 കാർബൺ ആറ്റം ഈസ് ഗിവൺ ബിലോ. ഒരു ചെയിൻ ഉണ്ട്, അതിൽ 6 കാർബൺ ആറ്റം തന്നിട്ടുണ്ട് അല്ലേ? കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ആഡിങ് ഹൈഡ്രജൻ ആറ്റം ടു ഈച്ച് കാർബൺ ആറ്റം. ഓരോ കാർബൺ ആറ്റത്തിലേക്കും ഹൈഡ്രജൻ ആറ്റത്തിനെ ആഡ് ചെയ്തിട്ട് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഞാൻ ഇങ്ങോട്ടൊന്ന് വരയ്ക്കുകയാണ് കേട്ടോ, ഇച്ചിരി വലുതാക്കി ഒന്ന് വരയ്ക്കുകയാണ്. ഇവിടെ 6 കാർബൺ ആറ്റം ഉണ്ട്, ഇത് എവിടെയാണ് അല്ലേ അടുത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നത്? നമ്മൾ ഓരോ ബോണ്ട് നോക്കി ചെയ്താൽ ഇവിടെ ഒരു ബോണ്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് 3 ഹൈഡ്രജൻ ആറ്റം ഇവിടെ കൊടുക്കാം അല്ലേ? പിന്നെ ഏതാണ്? ഇവിടുത്തെ 2 ബോണ്ട് ഉണ്ട്, ഇവിടെ 2 ബോണ്ട് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ 2 ഹൈഡ്രജൻ ആറ്റം കൊടുക്കാം. മനസ്സിലായല്ലോ? ഇനി ഈ ഒരു കാർബൺ കേസിൽ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ഹൈഡ്രജനും കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? തന്നെ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ഒരു ബോണ്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇവിടെ 3 ഹൈഡ്രജൻ ആറ്റം നമ്മൾ കൊടുക്കണം. പിന്നെ ഇവിടെയോ ഈ കാർബൺ ഇവിടെ 2 ഉണ്ട്, അതുകൊണ്ട് നമുക്ക് CH2 കൊടുക്കാം. ഇവിടെ ഒന്നേ ഉള്ളൂ, വരും CH3 വരും. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ഫില്ല് ചെയ്തു അല്ലേ? ഓരോ കാർബണിനും ഹൈഡ്രജൻ ആറ്റം കൊടുത്ത് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. മോളിക്കുലർ ഫോർമുല എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ C6 അല്ലേ? 6 കാർബൺ ആറ്റം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് C6 എന്ന് എഴുതാം. ദെൻ ഹൈഡ്രജൻ ഇവിടെ എത്രയാണുള്ളത് നോക്കിയേ. ഹൈഡ്രജൻ 3 2 5 5 3 8 9 9 2 11 3 14 അല്ലേ? 14 ഹൈഡ്രജൻ ആറ്റം ഇവിടെയുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ C6H4 ആണ് എൻ്റെ തന്മാത്രാ സൂത്രം അല്ലെങ്കിൽ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത്, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിൻ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിലെ പ്രധാന ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. പ്രധാന ചെയിൻ ഏതാണ് വരുന്നത്? ലോങ് ചെയിൻ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ? അപ്പോൾ ലോങ് ചെയിൻ കൺസിഡർ ചെയ്യുമ്പം ഏതാണ് പ്രധാന ചെയിനായിട്ട് വരുന്നത്? നമ്മൾ നേരെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ്? 4 ഉള്ളൂ വരത്തുള്ളൂ. അതേസമയം ഇങ്ങനെ പോകണം അല്ലേ? അതാ ഇവിടുന്ന് പോകണം. ഇതിന് ഇങ്ങനെ പേര് കൊടുത്തു, 1 2 3 4 5 ഇങ്ങനെ കൊടുത്താൽ ലോങ് ചെയിൻ അല്ലേ? മെയിൻ ചെയിൻ അല്ലെങ്കിൽ മെയിൻ ചെയിൻ ഇതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റമാണ് അവിടെ ഉള്ളത്. ഇനി റൈറ്റ് ഇറ്റ്സ് IUPAC നെയിം. എൻ്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് വരും? മൂന്നാമത്തേതിലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത് അല്ലേ? മൂന്നാമത്തേതിൽ ബ്രാഞ്ച് വന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3. അതാണ് 3 മീഥൈൽ അല്ലേ? 3 മീഥൈൽ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം ഉണ്ട്, അതുകൊണ്ട് തന്നെ 3 മീഥൈൽ പെൻറ്റൈൻ അല്ലേ? 3 മീഥൈൽ പെൻറ്റൈൻ എന്നാണ് ഇതിൻ്റെ IUPAC നെയിം. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ഡൗൺ ദ IUPAC നെയിം ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്. കേട്ടോ, കുറെ കോമ്പൗണ്ട് വന്നിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാം IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. എവിടെ നോക്കിയേ? ഇതാണ് മെയിൻ ചെയിൻ അല്ലേ? മെയിൻ ചെയിൻ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? നമ്മുടെ ബ്രാഞ്ചുള്ളതിന് ചെറുത് പറഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് റൈറ്റ് ചെയ്ത് കൊടുക്കണം. 1 2 3 4 5 6 അല്ലേ? അപ്പോൾ ഏതിലാണ് വന്നിരിക്കുന്നത്? 3ലാണ് വന്നിരിക്കുന്നത് അല്ലേ? മൂന്നാമത്തേതിലാണ് നമ്മൾ ബ്രാഞ്ച് വന്നിരിക്കുന്നത്. അപ്പം 3 മീഥൈൽ അല്ലേ? 3 മീഥൈൽ പിന്നെ വരും. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 ആണ്. അപ്പോൾ 3 മീഥൈൽ ഹെക്സൈൻ അല്ലേ? 3 മീഥൈൽ ഹെക്സൈൻ എന്നാണ് ഇതിൻ്റെ പേര്. മനസ്സിലായല്ലോ? അടുത്ത നോക്കിയേ, ഇതാ ഇവിടെ നോക്കുക. അടുത്ത ഒരു ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ നമ്പർ കൊടുക്കുക. ഡബിൾ ബോണ്ട് വരുന്നതിന് ചെറിയ നമ്പർ പറഞ്ഞാൽ നമ്മൾ പഠിച്ചു അല്ലേ? ഡബിൾ ബോണ്ട് വന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ആദ്യമേ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? ഹെക്സ് ഇല്ലേ? ഹെക്സ്. ദെൻ പിന്നെന്താണ്? ഹൈഫൻ ഇടുക, നമ്പർ കൊടുക്കുക, പൊസിഷൻ നമ്പർ 2 അല്ലേ? പിന്നെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഇൻ, ഹെക്സ് 2 എന്നാണ് ഇതിൻ്റെ പേര്. മനസ്സിലായല്ലോ? അടുത്ത നോക്കിയാൽ അടുത്ത ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ് വന്നതല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ നമ്പർ കൊടുക്കുക. അത് എവിടെ നിന്നാണ് നമ്പർ കൊടുക്കണ്ടേ? 1 2 3 4 5 6 നമ്പർ കൊടുത്തു. ഏതിലാണ്? രണ്ടാമത്തേതിലാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം ഉണ്ട്, അതുകൊണ്ട് തന്നെ ഹെക്സ്
അല്ലേ? ഹെക്സ് ഏതിൽ വന്നു? ഹെക്സ് 2 അല്ലേ? ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് അയൻ, ഹെക്സ് 2 അയൻ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിയാൽ ഇവിടെ COOH ആണ്, കാർബോക്സിൽ ഗ്രൂപ്പ് ആണ് വന്നത് അല്ലേ? അപ്പോൾ കാർബോക്സിൽ ഗ്രൂപ്പ് വന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത്? നമ്മൾ നമ്പർ ആദ്യമേ കൊടുക്കുക അല്ലേ? നമ്പർ കൊടുത്തിട്ട് അതനുസരിച്ചിട്ട് വേണം നമുക്ക് പേര് കൊടുക്കാൻ. എനിക്ക് എത്ര കാർബൺ ആറ്റം ഉണ്ട് ആദ്യമേ നോക്കുക. 1 2 3 4 5 അല്ലേ? 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ 5 കാർബൺ ആറ്റം ആയതുകൊണ്ട് ഏതാണ്? പെൻറ്റൻ ആണ് വരേണ്ടത് അല്ലേ? പിന്നെ ഇവിടെ കാർബോക്സി ഗ്രൂപ്പ് വന്നുകൊണ്ട് എന്താണ്? പെൻറ്റനോയിക് എന്നല്ലേ? പെൻറ്റനോയിക് ആസിഡ്. മനസ്സിലായല്ലോ. അടുത്ത ഏതാണ് വന്നത്? CHO ഗ്രൂപ്പാണ് വന്നല്ലേ? CHO എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് വന്നത് അല്ലേ? ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എത്ര കാർബൺ ആറ്റം ഉണ്ടോ നോക്കുക. 1 2 3 4 കാർബൺ ആറ്റം അവിടെയുണ്ട്. അപ്പോൾ എന്ത് വരും? ബ്യൂട്ടാണ് വരുന്നത് അല്ലേ? ബ്യൂട്ടാണ്. പിന്നെ എങ്ങനെയാണ്? ബ്യൂട്ടൻ അല്ലേ? പിന്നെ ബ്യൂട്ടൻ്റെ മാറ്റി വെച്ച് ഏൽ ചേർക്കും. അപ്പം ബ്യൂട്ടനാൽ. എങ്ങനെയാണ് പേര്? ബ്യൂട്ടനാൽ. അടുത്തത് നോക്കി ഇവിടെ ഏതാണ്? CO ഗ്രൂപ്പാണ്. CO ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്? കീറ്റോ ഗ്രൂപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? കീറ്റോ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? എത്ര കാർബൺ ആറ്റം ഉണ്ട് ഇവിടെ നോക്കിയേ. 1 നമ്മൾ നമ്പർ കൊടുക്കട്ടെ. 2 3 4 5 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് അപ്പം കീറ്റോ ഗ്രൂപ്പ് വരുമ്പോൾ പെൻറ്റൻ അല്ലേ? പെൻറ്റൻ ഏതിലാണ് വന്നിരിക്കുന്നത്? 2-ലാണ് വന്നിരിക്കുന്നത്. പെൻറ്റൻ 2-on എന്നാണ് ഇതിൻ്റെ പേര്. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹാലോ ഗ്രൂപ്പ് ആണ്, Cl അല്ലേ? ക്ലോറോ ആണ് ഇവിടെ വന്നത്. നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കുക കേട്ടോ. 1 2 3 4. അപ്പം എങ്ങനെ വരും? 2-ലാണ്. 2 റിപ്പീറ്റ് ചെയ്തു. അപ്പം 2 എങ്ങനെയാണ്? ഡൈക്ലോറോ അല്ലേ? 2 ഡൈക്ലോറോ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4-ആണ്. 2 ഡൈക്ലോറോ ബ്യൂട്ടൈൻ അല്ലേ? 2 ഡൈക്ലോറോ ബ്യൂട്ടൈൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കിയേ. ഏതാണ് ഇവിടെ? ഈതറാണ് വന്നത് അല്ലേ? ഈതറാണ് വന്നത്. ഇത് അവിടെ നോക്കുക. അപ്പോൾ പൊസിഷനൊക്കെ നോക്കുക. 2 സൈഡിലെയും കാര്യങ്ങളൊക്കെ നോക്കുക. ഏത് വന്ന് 2 സൈഡിലും ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഏത് വന്ന് എതോക്സി എന്ന് എടുക്കുക അല്ലേ? എതോക്സി എന്നാണ് എടുക്കേണ്ടത്. CH3 CH2 അല്ല. അപ്പം എതോക്സി. പിന്നെ ഏതാണ് വന്നത്? 2 കാർബൺ ആറ്റമാണ് ഇവിടെയുള്ള എതോക്സി ഈതൈൻ അല്ലേ? എതോക്സി ഈതൈൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇനി അടുത്ത നോക്കാം. അടുത്തതിന് നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കാം. എന്താ ഇവിടെ നിന്ന് കൊടുക്കുക അല്ലേ? 1 2 3 4 എന്ന് വന്നു. അപ്പോൾ ഏതിലാണ് വന്നിരിക്കുന്നത്? 2-ലാണ് അല്ലേ? അപ്പോൾ 2 മീഥൈൽ അല്ലേ? 2 മീഥൈൽ. പിന്നെ ഏതാണ് വന്നിരിക്കുന്നത്? ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ കാർബൺ ആറ്റം എത്രയുണ്ട്? കാർബൺ ആറ്റം 4 അപ്പം 2 മീഥൈൽ ബ്യൂട്ട് 2-ene അല്ലേ? 2 മീഥൈൽ ബ്യൂട്ട് 2-ene എന്നാണ് ഇതിൻ്റെ പേര്. അടുത്ത നോക്കിയാൽ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ് വന്നിരിക്കുന്നത് അല്ലേ? ട്രിപ്പിൾ ബോണ്ട് വന്നു. അപ്പോൾ നമുക്കറിയാം നമുക്ക് പേരെങ്ങനെയാണ് കൊടുക്കേണ്ടത് നമുക്കറിയാം. ട്രിപ്പിൾ ബോണ്ട് വരുന്നിടത്ത് നമ്മൾ ചെറിയ നമ്പർ വരത്തക്ക രീതിയിൽ വേണം കൊടുക്കാൻ അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ കൊടുത്തു. ദെൻ ബോണ്ട് വരുന്നിടത്ത് ചെറിയ നമ്പർ രീതിയിൽ കൊടുത്തു. അപ്പോൾ ഏത് വരും? മൂന്നാമത്തെ ഇതിലാണ് മീഥൈൽ ഗ്രൂപ്പ് വന്നത്. അപ്പോൾ 3 മീഥൈൽ അല്ലേ? 3 മീഥൈൽ. അതുപോലെ തന്നെ ബ്യൂട്ട് അല്ലേ? 3 മീഥൈൽ ബ്യൂട്ടാണ്. 4 കാർബൺ ആറ്റമാണ്. എവിടെയാണ് വന്നിരിക്കുന്നത്? 1-ലാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം 1 അയൻ. ട്രിപ്പിൾ ബോണ്ടാണ് അയൻ. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. അപ്പോൾ IUPAC നമ്മൾ എല്ലാ സെക്ഷനും കഴിഞ്ഞോട്ടെ. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം ചെയ്ത് തന്നെ നോക്കണം. ചെയ്ത് നോക്കിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്സ് ഗിവൺ ബിലോ. അത് നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാമേ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്സ് ഗിവൺ ബിലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഘടനാവാക്യം എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? 2,3,3 ട്രൈ മീഥൈൽ ഹെക്സൈൻ എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. 2,2,3 ട്രൈ മീഥൈൽ ഹെക്സൈൻ എന്നാണ്. അപ്പോൾ ഹെക്സൈൻ വരുമ്പോൾ നമ്മൾ ആദ്യമേ ഓർക്കണം ഹെക്സൈൻ ആണ്. ഹെക്സൈൻ വരുമ്പോൾ ആദ്യമേ ഓർക്കണം എന്താണ്? 6 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ 6 കാർബൺ ആറ്റം നിങ്ങളവിടെ വരക്കി ഇടുക കേട്ടോ. 6 കാർബൺ ആറ്റം ഇടുക. ദെൻ എന്താണ്? ബോണ്ടിങ്, സിംഗിൾ ബോണ്ടിങ് അവിടെ കൊടുത്തേക്കും കേട്ടോ. സിംഗിൾ ബോണ്ടിങ് അവിടെ കൊടുക്കുക. പിന്നെ നമുക്ക് നോക്കി വെച്ച് കൊടുക്കാം പിന്നെ കേട്ടോ. സിംഗിൾ ബോണ്ടിങ് കൊടുത്തു. ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബോണ്ട് കൊടുത്താൽ മതി കേട്ടോ. സിംഗിൾ ബോണ്ട് കൊടുത്തു. പിന്നെ എന്താണ്? 2,3,3-ലാണ് ട്രൈ മീഥൈൽ. 3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2-ലുണ്ട് 3,3-ൽ. അപ്പം 2 എന്ന് പറയുമ്പം ദാ ഇവിടെ ഒരു CH3 ഉണ്ട്. പിന്നെ എന്താണ്? 3,3-ലും ഉണ്ട്. അപ്പം 3-ൽ 2 എണ്ണം ഇല്ലേ? ഇവിടെ ഒരു CH3 വരും. ദാ ഇവിടെ ഒരു CH3 വരും. മനസ്സിലായല്ലോ. ബാക്കി നമ്മൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക.
അത് നോക്കുക, ഇവിടെ എത്ര വരും? CH3 ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരെണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരെണ്ണം, ഒരു ഹൈഡ്രജൻ മതി. ഇവിടെ 1 2 3 4 അവിടെ ഫില്ലായി, അവിടെ ആവശ്യമൊന്നുമില്ല. then ഇവിടെ 2 എണ്ണം ഉണ്ട്, അപ്പോൾ ഇവിടെ CH2. ഇവിടെ 1 ഉള്ളതുകൊണ്ട് 2 എണ്ണം ഉണ്ട്, CH2. then CH3. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് 2 കേട്ടോ, 2 3 3 ട്രൈമീഥൈൽ ഹെക്സൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ബി എന്ന് പറഞ്ഞിരുന്നത് എതോക്സി ബ്യൂട്ടൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം എതോക്സി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എതോക്സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം CH3 അല്ലേ, CH3 CH2 വരണം. ദെൻ ഏതാണ്? ഈതർ ഗ്രൂപ്പ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കണം? O കൊടുക്കാം അല്ലേ, O കൊടുക്കുക. ദെൻ ബാക്കി എന്താണ്? ബ്യൂട്ടൈൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ബ്യൂട്ടൈൻ വരുമ്പോൾ 4 കാർബൺ ആറ്റം വേണം അല്ലേ. 4 കാർബൺ ആറ്റം എന്താ? 1 2 3 4. പിന്നെ അവിടെ നമുക്ക് ഹൈഡ്രജൻ ഫില്ല് ചെയ്യും. ഇവിടെ എന്ത് വരും? CH2 വരും. ദാ ഇവിടെയും CH2 ആണ് വരുന്നത്, ഇവിടെയും CH2 വരും. ദെൻ ഇവിടെ CH3. അപ്പം എതോക്സി കേട്ടോ, എതോക്സി ദെൻ ബ്യൂട്ടൈൻ. മനസ്സിലായല്ലോ? അടുത്തത് സി ഏതാണ്? ബ്യൂട്ടൻ 2-on ആണ് കേട്ടോ, ബ്യൂട്ടൻ 2-on. ബ്യൂട്ടൻ 2-on എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പ്? കീറ്റോ ഗ്രൂപ്പാണ് വരുന്നത്. ബ്യൂട്ടൻ എന്ന് പറയുമ്പോൾ ഏത് വരും? 4 കാർബൺ ആറ്റം ഇല്ലേ, 4 കാർബൺ ആറ്റം ഇവിടെ വന്നു അല്ലേ. ദെൻ പിന്നെ എന്താണ്? ബ്യൂട്ടൻ 2-on ആണ്, 2-ലാണ് ഏത് കീറ്റോ ഗ്രൂപ്പ് വന്നിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? CO വരും അല്ലേ, CO വന്നു. ബാക്കി നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇവിടെ CH3 ആണ്, ഒരു ബോണ്ടേ ഉള്ളൂ. ദെൻ ഇവിടെ എന്ത് വരുന്നു? ഇവിടെ CH2 വരും അല്ലേ, CH2 വരും. ഇവിടെ CH3 വരും. ബ്യൂട്ടൺ നോക്കുക, ബ്യൂട്ടൺ ആണ്, 4 കാർബൺ 2-ലാണ് കീറ്റോ ഗ്രൂപ്പ് വന്നത്. ബ്യൂട്ടൻ 2-on. മനസ്സിലായല്ലോ? ഇനി ഡി ആണ് പെൻറ്റൻ 1I എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഡി ഏതാണ്? പെൻറ്റ് 1I എന്ന് പറഞ്ഞിരിക്കുന്നത്. പെൻറ്റ് 1I എന്നാണ്. അപ്പം പെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം അല്ലേ, 5 കാർബൺ ആറ്റമാണ്. പെൻറ്റ് 1I എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, 1-ലാണ് ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ദാ ഇവിടെ ട്രിപ്പിൾ ബോണ്ട്, ഇവിടെ നമുക്ക് ട്രിപ്പിൾ ബോണ്ട് വരും. ബാക്കി ഇതാ ഇവിടെ നമ്മൾ ബോണ്ട് ഇവിടെ കൊടുക്കും കേട്ടോ, പിന്നെയും ബോണ്ട് നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വന്നു. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ മതി, CH മതി. ഇവിടെ 3, ഇവിടെ 4 എണ്ണായി. അവിടെ നമുക്ക് ഹൈഡ്രജൻ്റെ ആവശ്യമില്ല. ഇവിടെ 1 2, ഇവിടെ CH2 വേണം. ഇവിടെയും 2, ഇവിടെയും CH2 വേണം, CH3. അത് നോക്കിയേ, പെൻറ്റ് ആണ്, 1-ലാണ് ഇതുപോലെ ട്രിപ്പിൾ ബോണ്ട് വന്ന്, പെൻറ്റ് 1I. മനസ്സിലായല്ലോ? ഈ നോക്കാം, ഹെക്സൻ 2-ol എന്നാണ് പറഞ്ഞത്, ഹെക്സൻ 2-ol. അപ്പോൾ നമുക്ക് ഹെക്സൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 കാർബൺ ആറ്റം അല്ലേ. ഹെക്സൻ എന്ന് വരുമ്പോൾ 6 കാർബൺ ആറ്റം. ശ്രദ്ധിക്കുക കേട്ടോ, 6 കാർബൺ ആറ്റം. ഓക്കെ, 6 കാർബൺ ആറ്റം ഇട്ടു. ഇനി എവിടെയാണ്? ഹെക്സൻ 2-ol എന്നാണ്, 2-ലാണ്. നമ്മൾ ബോണ്ടും കൂടെ ഇടുക കേട്ടോ, ബോണ്ട് ഇട്ടു. ദെൻ 2-ലാണ് എന്ത് പറഞ്ഞാൽ ഓൾ ഗ്രൂപ്പ്, OH ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ 2-ൽ നമുക്ക് ഇവിടെ നോക്കുക അല്ലേ, ഇവിടെ നമുക്ക് OH ഗ്രൂപ്പ് കൊടുക്കാം. ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യാലോ. ഏത് വരും? ഇതാ ഇവിടെ CH3 വരും, CH3 വരും. ഇവിടെ 1 2 3 ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു CH വരും. ഇതാ ഇവിടെ എന്ത് വരും? CH2 ആണ് വരുന്നത്. ഇവിടെ 2 ഉള്ളൂ, CH2 വരും. ഇവിടെയൊക്കെ 2 ആണ്, CH2. then ഇവിടെ 3 CH3. CH സെക്കൻഡിലാണ് നമ്മൾ എന്ത് വരുന്നത്? ഓൾ ഗ്രൂപ്പ്, അതായത് ആൽക്കഹോൾ ഗ്രൂപ്പ് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് എഫ് ഏതാണ് വന്നിരിക്കുന്നത്? എന്താ നോക്കുക, 3 ബ്രോമോ ഹെപ്റ്റൈൻ എന്നാണ് വന്നിരിക്കുന്നത്. 3 ബ്രോമോ ഹെപ്റ്റൈൻ. ഹെപ്റ്റൈൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 7 കാർബൺ ആറ്റം വരും അല്ലേ. 1 2 3 4 5 6 7 കാർബൺ ആറ്റമാണ് വരുന്നത്. അവിടെ നമ്മൾ ഓരോ ബോണ്ടും അങ്ങിട്ട് കൊടുത്തു. പിന്നെ ഏതാണ് വന്നിരിക്കുന്നത്? 3 ബ്രോമോ ഹെപ്റ്റൈൻ ആണ്. അപ്പോൾ 3-ൽ ഏതാണ് ഹാലോ ഗ്രൂപ്പ് പറഞ്ഞത്? ബ്രോമോ വരണം. അപ്പോൾ ഇവിടെ Br കൊടുത്തു. ബാക്കി കൊടുക്കാമല്ലോ. ഇതാ ഇവിടെ CH3 ആണ് വരുന്നത്. ഇവിടെ CH2 വരും. CH2 ഇവിടെ 1 2 3 ഉണ്ട്, ഇവിടെ ഒരു CH മതി അല്ലേ. ബാക്കി നമുക്ക് ഇവിടെയൊക്കെ 2 ഉള്ളൂ. അപ്പോൾ 2 ബോണ്ട് ഉള്ളതുകൊണ്ട് ബാക്കി ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ. ഇവിടെ CH2 ഇവിടെ CH3. ഇനി അടുത്തത് ജി ഏതാണ്? പെൻറ്റനാൾ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പെൻറ്റനാൾ എന്ന് പറയുമ്പോൾ ഏതാണ്? 5 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ. 5 കാർബൺ ആറ്റമാണ്. 1 2 3 4 5 കാർബൺ ആറ്റമാണ് പെൻറ്റനാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതാ ഇവിടെ നമുക്ക് എന്ത് വരും? CH ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇതാ ഇവിടെ കൊടുക്കാം, ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ബാക്കി എല്ലായിടത്തും നമുക്ക്
ബോണ്ട് ഇട്ടിട്ട് ഹൈഡ്രജൻ ഫില്ല് ചെയ്യും. ഇവിടെ CH3 വരും, ഇവിടെ എന്ത് വരും, CH2 വരും, ദാ ഇവിടെയും CH2 വരും, ഇവിടെയും CH2 വരും. CH3 CH2 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 CHO. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് കോമ്പൗണ്ട് തന്നു, കോമ്പൗണ്ട് പേര് തന്നു, അതിന്റെ സ്ട്രക്ചറൽ ഫോർമുലയും നമ്മൾ വരച്ചു. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് സർട്ടൺ കോമ്പൗണ്ട്സ് ആർ ഗിവൺ, ഐഡന്റിഫൈ ദ റോങ് വൺസ് ആൻഡ് കറക്റ്റ് ദം. സ്ട്രക്ചറൽ ഫോർമുലയും IUPAC നെയിമും തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? റോങ്, തെറ്റായത് കണ്ടെത്തി വെച്ച് ഇത് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ പേര് 2-ethyl pentane എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2-ethyl. നമുക്ക് ആദ്യമേ നമുക്ക് ലോങ് ബ്രാഞ്ച് കണ്ടിട്ടുണ്ട്. ലോങ് ബ്രാഞ്ച് ഇതാ നമുക്ക് കാണുമ്പോൾ അറിയാം, എന്താ ഇവിടുന്ന് തുടങ്ങാം അല്ലേ? ലോങ് ബ്രാഞ്ച് നമുക്ക് ഇവിടുന്ന് വേണം എടുക്കാൻ. 1 2 3 4 5 6 6 വന്നു. 6 കാർബണാറ്റ് ആണ്. അപ്പൊ എന്താണ്? തെറ്റാണ്. പെന്റേൻ അല്ലേ ഇവിടെ വന്നു. 6 കാർബണാറ്റ് വരുമ്പം ഇത് തെറ്റാണ്. ഈ പേര് അവിടെ തെറ്റാണ്. അപ്പൊ ഏത് വരും? ഇതിന്റെ പേരെങ്ങനെ വരും? 2-ethyl ആണ്. ഇതിന്റെ പേരെങ്ങനെ വരും? 3-ethyl ആണല്ലേ? 3-ethyl ആണ്. മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ വന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ പേര് നമുക്ക് എങ്ങനെ എഴുതാം? 3 അല്ലേ? 3-methyl അല്ലേ? 3-methyl ഹെക്സൈൻ അല്ലേ? ഹെക്സൈൻ. 3-methyl ഹെക്സൈൻ എന്നാണ് ഇതിന്റെ പേര്. മനസ്സിലായല്ലോ? ഇത് നോക്കിയാൽ പെന്റൻ 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് നമ്പർ ആദ്യമേ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. പെന്റൻ എന്ന് വരുമ്പോൾ 5 കാർബണാറ്റ്, 5 കാർബണാറ്റ് ആണ്. രണ്ടാമത്തേലാണ് എന്ത് വന്നത്? കീറ്റോ ഗ്രൂപ്പ് വന്നത്. അപ്പൊ ഇത് കറക്റ്റാണ്. ഇനി അടുത്ത് Hex3 അയൺ എന്നാണ് അല്ലേ? Hex3 അയൺ എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം. നമ്മളെ ബോണ്ട് കൊടുക്കുന്ന ആ പൊസിഷൻ നമ്പർ ആദ്യമേ അങ്ങ് കൊടുത്ത് നോക്കുക കേട്ടോ. 5 6 കാർബണാറ്റമാണ് ഇവിടെ ഉള്ളത്. ദെൻ 3 അയൺ എന്നാണ് പറഞ്ഞത്. 3-ethyl ആണ് ഇവിടെ വന്നിരിക്കുന്നത്? അല്ല, 2-ethyl ആണ്. അപ്പൊ ഇത് തെറ്റാണ് ഇല്ലേ? നിങ്ങൾക്ക് 2-ethyl അല്ലേ വന്നിരിക്കുന്നത്? ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ എന്ത് വരും? ഹെക്സ്. ഇങ്ങനെയാണ് പേര്. Hex2 അയൺ എന്നാണ് വരുന്നത് അല്ലെ? Hex2 അയൺ. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കിയാൽ 2,3 ഡൈക്ലോറോ പെന്റൈൻ എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കുക, പേര് നോക്കുക, നമ്പർ ഇട്ട് നോക്കുക കേട്ടോ. 1 2 3 4 5 5 പെന്റൈൻ. 5 ഇതാണ്. 5 കാർബണാറ്റ് ഉണ്ട്. പെന്റൈൻ കറക്റ്റ് ആണ്. പിന്നെ 2,3 ഡൈക്ലോറോ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2,3 ഡൈക്ലോറോ അങ്ങനെയാണോ പേര്? ഇപ്പൊ 2-ൽ തന്നെ എന്ത് വരും? 2-ൽ തന്നെ ഒരു 2 ഉണ്ടല്ലോ. അപ്പൊ ഈ പേര് തെറ്റാണല്ലോ. അപ്പൊ ഇങ്ങനെ എഴുതാം. 2 ഇടണം, ഒരു 2 കൂടെ റിപ്പീറ്റ് ചെയ്യണം. 2 2 പിന്നെ 3 അല്ലേ? 2 2 3 ഡൈ ആണോ? ട്രൈ അല്ലേ വരേണ്ടത്? 2 2 ട്രൈക്ലോറോ അല്ലേ? ട്രൈക്ലോറോ പെന്റൈൻ. 2 2 3 ട്രൈക്ലോറോ പെന്റൈൻ എന്നാണ് ഇതിന്റെ പേര്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ദീസ് 2 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു സി കോമ്പൗണ്ട്സ് എക്സിബിറ്റ്? എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു ദീസ് കോമ്പൗണ്ട്സ് എക്സിബിറ്റ് ആണ് മുകളിൽ നൽകുന്ന സംയുക്തങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഐസോമറിസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഏതാണ് ഇവിടുത്തെ കൊടുത്തിരിക്കുന്ന ഐസോമറിസം എന്ന് പറഞ്ഞിരിക്കുന്നത്? അതിന് നോക്കുക, അതിന്റെ മോളിക്കുലർ ഫോർമുല നോക്കുക. എത്ര വരും മോളിക്കുലർ ഫോർമുല? ആദ്യത്തെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുമ്പോൾ ഇവിടെ C4 വരും. ഹൈഡ്രജൻ ഇവിടെ എത്ര വരും? ഹൈഡ്രജൻ ഇവിടെ 10 വരുന്നത് അല്ലേ? 10 വരുന്നത്. ഇവിടെ എത്രയാണ്? C4 ആണ് വരുന്നത്. ഹൈഡ്രജൻ ഇവിടെ 10. അപ്പൊ രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്. പക്ഷെ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്? ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇവിടെ ഒരു OH ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഏതാണ് വന്നിരിക്കുന്നത്? ഈതറുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഫംഗ്ഷണൽ ഗ്രൂപ്പിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ഐസോമറിസം ആണ്? ഫംഗ്ഷണൽ ഐസോമറിസം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ? ഫംഗ്ഷണൽ ഐസോമറിസം ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. Then write the structural formula of the metamer of compound 1. ഈ ഫസ്റ്റ് കോമ്പൗണ്ട് ഇതിന്റെ മെറ്റമറിന്റെ എന്താണ്? അപ്പൊ ഈ ഒന്നാമത്തെ സംയുക്തത്തിന്റെ മെറ്റമറിന്റെ ഘടനാവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മെറ്റമറിന്റെ ഘടനാവാക്യം. അപ്പൊ ഈതറാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈതറാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ മെറ്റമറിന്റെ ഘടനാവാക്യം ജസ്റ്റ് നമുക്കൊന്ന് റീപ്ലേസ് ചെയ്ത് വെച്ചാൽ പോരെ? ഈതറിന്റെ ആ പൊസിഷൻ ഒന്ന് മാറ്റിയാൽ മതിയല്ലോ. നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 3ാമത്തെ ഇതിലാണ് വന്നിരിക്കുന്നത് അല്ലേ? നമുക്കൊന്ന് ആ പൊസിഷൻ ഒന്ന് മാറ്റും. നമുക്ക് ഇങ്ങോട്ട് ഈതറിനെ ലെഫ്റ്റിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ CH3 വരും. ഈതർ ഗ്രൂപ്പിന് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ദെൻ പിന്നെ ഇവിടെ എഴുതാം. ദെൻ CH2 അല്ലേ? CH2 CH3 മെറ്റമർ എഴുതിയല്ലോ. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 കോമ്പൗണ്ട്സ് ആർ ഗിവൺ. 2 കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്.
വാട്ട് ഈസ് IUPAC നെയിം ഓഫ് ദി ഫസ്റ്റ് കോമ്പൗണ്ട്? ആദ്യത്തെ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. CHO ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് വരും IUPAC നെയിം? എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഏത് വരും? പെൻറ്റനാൽ എന്ന് വരും അല്ലേ? പെൻറ്റനാൽ എന്നാണ് ഇതിന്റെ IUPAC നെയിം വരുന്നത്. മനസ്സിലായല്ലോ? ഇനി ദീസ് ടു കോമ്പൗണ്ട്സ് ആർ ഐസോമേഴ്സ്. വൈ? ഈ രണ്ട് കോമ്പൗണ്ട്സും ഐസോമർ ആണ്. കാരണം എന്താണ്? നമുക്ക് ഇതിന്റെ മോളിക്കുലർ ഫോർമുല നോക്കാം. ആദ്യത്തെ മോളിക്കുലർ ഫോർമുല ഏത് വരും? ആദ്യത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് C5 അല്ലേ? C5 ഹൈഡ്രജൻ ഇവിടെ എത്രയാണ്? 10 ഉണ്ട്. C5H10O എന്ന് വരും. ഇതിന്റെ കാർബൺ 5 ആണ്, ഹൈഡ്രജൻ 10 ആണ് വരുന്നത്. ദെൻ ഓക്സിജൻ ഉണ്ട്, C5H10O. രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണല്ലോ. ഡിഫറെന്റ് ഐസോമർ ആണെന്ന് പറയുന്നുണ്ട്. അതിന്റെ റീസൺ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്. പക്ഷെ എങ്ങനെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? ഇവിടെ CHOയും വന്നു, ഇവിടെ കീറ്റോ ഗ്രൂപ്പുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ബിയുടെ ആൻസർ ആയിട്ട് എന്ത് പറയാം? സെയിം മോളിക്കുലർ ഫോർമുല ഇല്ലേ? ഐസോമർ ആണെന്ന് പറയാൻ കാരണം സെയിം മോളിക്കുലർ ഫോർമുല ആണ് കേട്ടോ. ഞാൻ MF എന്ന് എഴുതുന്ന മോളിക്കുലർ ഫോർമുല എന്നാണ് കേട്ടോ. സെയിം മോളിക്കുലർ ഫോർമുലയാണ്, ബട്ട് എന്താണ്? ഡിഫറെന്റ്. എന്ത് പറയാം? ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ? ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അതുകൊണ്ട് നമുക്ക് ഇത് ഐസോമർ ആണെന്ന് പറയാം. ഫങ്ഷണൽ ഐസോമർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. മനസ്സിലായല്ലോ? അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് ഐസോമർസം ഡു ദീസ് കോമ്പൗണ്ട്സ് എക്സിബിറ്റ്? ഏത് ടൈപ്പിലുള്ള ഐസോമർസമാണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ വ്യത്യാസം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫങ്ഷണൽ അല്ലേ? ഫങ്ഷണൽ ഐസോമർസം ആണ് ഇവിടെ ഉള്ളത്. ഫങ്ഷണൽ ഐസോമർസം. Then write the structural formula of the position isomer of the second compound. സെക്കൻഡ് കോമ്പൗണ്ട് ഉണ്ടല്ലോ, സെക്കൻഡ് കോമ്പൗണ്ടിന്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൊസിഷൻ ഐസോമറിന്റെ ഘടനാവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പൊസിഷൻ ഐസോമറിന്റെ ഘടനാവാക്യമാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം എന്ത് ചെയ്യണം? പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ പോരെ. ഇവിടെ CO ഗ്രൂപ്പ് ഇവിടെയാണ് വന്നിരിക്കുന്നത്, നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ എഴുതാമേ, CH3 CH2. ഇവിടെ കീറ്റോ ഗ്രൂപ്പ് ഞാൻ കൊടുത്തു കേട്ടോ, CO, ദെൻ CH2 അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു. അപ്പൊ പൊസിഷൻ ഐസോമറായി. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ കോമ്പൗണ്ട്സ് ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ഐസോമറിക് പെയർസ്. വാട്ട് ടൈപ്പ് ഓഫ് ഐസോമർസം ഈസ് ഷോൺ ബൈ ഈച്ച് പെയർ? എന്നാണ് ചുവടെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങൾ പരിശോധിച്ച് ഐസോമറുകൾ ഏതൊക്കെയാന്ന് ഐസോമറിന്റെ ജോഡികൾ ഏതൊക്കെയാന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ജോഡിയും കാണിക്കുന്ന ഐസോമർസം ഏതെന്നും എഴുതാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണുള്ളത് നോക്കാം. ആദ്യത്തെ മെതോക്സി പ്രൊപ്പൈന്, 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ, പ്രൊപ്പൻ 1 എതോക്സി ഈഥൈൻ, പ്രൊപ്പൻ 2 ഹെക്സൈൻ. അപ്പോൾ ആദ്യത്തെ നോക്കിയേ, എയും ഡിയും നോക്കിയേ. കാണുമ്പോൾ നമുക്കറിയാമല്ലോ മെതോക്സി പ്രൊപ്പൈനും അതുപോലെ ഇതോക്സി ഈഥൈനുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏതിൽ വരും? എയും ഡിയും നമുക്ക് പെയർ ചെയ്യാം. എയും ഡിയും ഏതിൽ വരും? മെറ്റാമെറിസത്തിൽ പെടുന്നതാണ് അല്ലേ? മെറ്റാമെറിസത്തിൽ പെടുന്നതാണ്. കാരണം എന്താണ്? നമുക്കറിയാം, കാണുമ്പോഴേ തന്നെ അറിയാം എന്താണ്, സെയിം മോളിക്കുലർ ഫോമിൽ തന്നെ ആയിരിക്കും. പിന്നെ എന്താണ് വരുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പ് വ്യത്യാസം. പ്രൊപ്പൈനും എന്താണ് ഈഥൈനും അല്ലേ വന്നിരിക്കുന്നത് അല്ലേ? ആൽക്കൈൽ ഗ്രൂപ്പിന് അവിടെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? റീസൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും. സെയിം മോളിക്കുലർ ഫോർമുല എന്നാണ് കേട്ടോ. സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷെ എന്താണ് ഡിഫറെന്റ് അല്ലേ? ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. ആൽക്കൈൽ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ നീറ്റായിട്ട് എഴുതുക കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, ഈ സിയും ഇയും നോക്കിയേ. സി ആൻഡ് ഇക്ക് എന്താണ് ഇവിടെ പ്രത്യേകത വന്നിരിക്കുന്നത്? നമുക്കറിയാം പ്രൊപ്പൻ 1 പ്രൊപ്പൻ 2 ആണ്. OH ഗ്രൂപ്പാണ് വരുന്നത് അല്ലേ? അപ്പൊ എന്താണ് അതിന്റെ പൊസിഷൻ, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ അവിടെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇല്ലേ? മനസ്സിലായി? സെയിം മോളിക്കുലർ ഫോമിലാണ്, പൊസിഷന് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ഏത് ഐസോമറിസത്തിൽ പെടും? പൊസിഷൻ ഐസോമറിസം ഇല്ലേ? പൊസിഷൻ ഐസോമറിസത്തിൽ പെടുന്നതാണിത്. റീസൺ എന്തൊക്കെയാണ്? സെയിം മോളിക്കുലർ ഫോമിലാണ്, പക്ഷെ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പാണ്, പക്ഷേ പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. നമുക്ക് എന്ത് പറയാം? പൊസിഷൻ കേട്ടോ. പൊസിഷൻ ഓഫ് OH ഗ്രൂപ്പ് എന്ന് പറയാം. പൊസിഷൻ ഓഫ് OH ഗ്രൂപ്പ് ഈസ് ഡിഫറെന്റ് എന്ന് പറയാം. മനസ്സിലായല്ലോ? പൊസിഷൻ ഓഫ് OH ഗ്രൂപ്പ് ഈസ് ഡിഫറെന്റ് ആണെന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഏതൊക്കെയാണ് വരാനുള്ളത്? അതെ, ഈ ബിയും എഫും അല്ലേ? ബിയും എഫും നമുക്ക് നോക്കാം. ബി ആൻഡ് എഫിൽ എന്താണ് പ്രത്യേകത വന്നിരിക്കുന്നത്? ഇതാ നോക്കിയേ, 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ എന്നാണ് വന്നിരിക്കുന്നത്.
എഫ് എന്ന് വെച്ചാൽ ഹെക്സേൻ. നമുക്ക് ജസ്റ്റ് അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കാം കേട്ടോ. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ ആണ്. അപ്പം 4 കാർബൺ ആറ്റം ഇവിടെയുണ്ട്. ദെൻ 2-ലും 3-ലും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അപ്പം നോക്കുക, ഇവിടെ CH3 വരും, ഇവിടെ നമുക്ക് CH3 വരും, ബാക്കി CH3 വരും, ഇവിടെ CH വരും, ഇവിടെയും CH വരും, ഇവിടെ CH3 വരും. മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഹെക്സേൻ ഏത് വരും? ഹെക്സേൻ നമുക്ക് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 6 കാർബണാറ്റാണ് അല്ലേ, 6 കാർബണാറ്റാണ് വരുന്നത്. ഇവിടെ CH3 ആണ്, ഇവിടെ CH2 വരും, CH2 CH3 വരും. മനസ്സിലായല്ലോ. അപ്പം ഇതിന്റെ മോളിക്കുലാർ ഫോമിൽ എത്രയായിട്ട് വരും? ഹെക്സേൻ ആണ്. അപ്പം മോളിക്കുലാർ ഫോമിൽ വരുമ്പോൾ C6 വരും. ഹൈഡ്രജൻ ഇവിടെ എത്രയാണ് വരുന്നത്? ഹൈഡ്രജൻ 14 വരും കേട്ടോ. ദെൻ അതുപോലെ ഇതിന്റെ മോളിക്കുലാർ ഫോമിൽ വരും ഇതുവരെ C6 ഇല്ലേ, C6 ആണ് കാർബണാറ്റം, 6 ഉണ്ട്, C6 ആണ് വരുന്നത്. പിന്നെ ഹൈഡ്രജൻ ഇവിടെ 14, C6H14 ആണ് ഇവിടുത്തെ മോളിക്കുലാർ ഫോമിൽ വരുന്നത്. അപ്പോഴത്തേക്ക് മോളിക്കുലാർ ഫോമിൽ ഇവിടെ സെയിം ആണ്, പക്ഷെ എന്താണ്, ഒരെണ്ണം സ്ട്രേറ്റ് ചെയിനും ആണ് ഇല്ലേ. ഇത് സ്ട്രേറ്റ് ചെയിൻ ആണ്, ഇത് ബ്രാഞ്ചഡ് ചെയിൻ ആണ് അല്ലേ. ചെയിനിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏത് ഐസോമർസത്തിൽ പെടും? ചെയിൻ ഐസോമർസം. ഇതേതാണ്? ചെയിൻ ഐസോമർസത്തിൽ പെടുന്നതാണ്. മനസ്സിലായല്ലോ. സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, ഓർത്തോളൂ കേട്ടോ, സെയിം മോളിക്കുലാർ ഫോർമുലയാണ്. വ്യത്യാസം പിന്നെ എന്താണ് വന്നത്? ഒരെണ്ണം ഇല്ലേ, ഒരെണ്ണത്തിന് എന്താണ്? 1 ഈസ് സ്ട്രേറ്റ് ഇല്ലേ, 1 ഈസ് സ്ട്രേറ്റ് ആണ്, ഒന്ന് സ്ട്രേറ്റ് ആണ് വന്നിരിക്കുന്നത്. മറ്റേത് എങ്ങനെയാണ്? അനദർ അല്ലേ, അനദർ ഈസ് ബ്രാഞ്ചഡ് എന്ന് പറയാം അല്ലേ, അനദർ ഈസ് ബ്രാഞ്ചഡ്. മറ്റേത് ബ്രാഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് അവിടുത്തെ വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേതാണ്? ചെയിൻ ഐസോമർസത്തിൽ പെടുന്നതാണ്. ഓക്കെ ആയല്ലോ, മനസ്സിലായല്ലോ എല്ലാവർക്കും? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് കേട്ടോ. ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നിങ്ങൾ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ. ആർക്കെങ്കിലും ഇത് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാൻ മേലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമേ തന്നെ സമയം എടുത്ത് ഓരോന്നും പഠിച്ച് അതിൻ്റെ എക്സാമ്പിൾസും ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ലെറ്റസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ, കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്നതിന് മുന്നേ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ എങ്കിലുള്ള നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല എന്നാണ് കേട്ടോ. അപ്പം വീഡിയോസ് കാണുക, സമയമെടുത്ത് തന്നെ കൃത്യമായിട്ട് നോട്ടൊക്കെ തയ്യാറാക്കി പഠിക്കുക കേട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കാണുക, അല്ലെങ്കിൽ ചാപ്റ്റർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡിസ്കഷൻസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആൻസർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസുകൾ ഇനിയും വരും, മറ്റ് ചാപ്റ്റേഴ്സിൻ്റെയും മറ്റ് സബ്ജക്റ്റിൻ്റെ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്